നടന്നു വരികയാണ്. ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാൻ, ദർശന സായുജ്യം നേടുവാനൊക്കെ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ, അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നവരൊക്കെ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ വന്നതുകൊണ്ട് കാര്യമില്ലാതെ പോകും. ഇവിടെ സംഭവിക്കേണ്ടത് സംഭവിക്കും, നിങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് ഒരു അറിയിപ്പായിട്ട് സ്വീകരിച്ച് ഈ ക്ഷേത്രാങ്കണത്തിൽ യജ്ഞശാലയിലേക്കൊക്കെ എല്ലാവരും കടന്നു വരിക. ഭഗവാനെ പൂജിക്കുന്ന ആ പുതിയ ബാലാലയത്തിലേക്ക് മാറ്റുന്നതായിട്ടുള്ള ചടങ്ങുകളൊക്കെയാണ് ശ്രേഷ്ഠ ആചാര്യ തന്ത്രിമുഖനായിട്ടുള്ള ശ്രീ കുമ്പളം വിജയതന്ത്രികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന, നാമജപങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ശ്രദ്ധ ശ്രീകോവിലേക്ക് ആവട്ടെ. നാമജപങ്ങളുമായി ഹരഹരോ ഹരഹര നാമജപങ്ങളുമായി എല്ലാവരും ഇവിടെ നിൽക്കുക. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഇവിടെ എല്ലാ സജ്ജനങ്ങളും ഈ യജ്ഞശാലയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे प्रचोदयात्।
कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः
कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्।
विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो कार्तिकेयाय विद्महे वल्लीनाथाय धीमहि कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्।
कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। ഈ ശുഭമുഹൂർത്തം നമ്മൾ വളരെ ധന്യമായിരിക്കുന്നു. അതിൽ ഭാഗവാക്കാകുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബ പരമ്പര ഐശ്വര്യപ്രദമാകുവാൻ ഈ കർമ്മം ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുഗ്രഹീതമാകുന്നു. ഈ നാടും ഈ നഗരവും അതിൽ വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭഗവാന്റെ ഭക്തന്മാരാണ്. ആ കൃപ നിങ്ങളുടെ പരമ്പരകൾക്ക് എന്നും എക്കാലം ലഭ്യമാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഒരു അമ്മ അല്ല പരാശക്തി ജഗദംബ പല പേരിൽ അറിയപ്പെടാം. ഏതെന്നാണോ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശ്രൈണ ചൈതന്യമായി കുടികൊള്ളുന്ന ആ മഹാശക്തി, അതിന്റെ ഓരോ പ്രതിരൂപങ്ങൾ നിങ്ങൾ വന്നിരിക്കുന്നവരുടെ ഓരോ അമ്മമാരും ആ പരമ ചൈതന്യത്തിനെ നമ്മൾ ഈ ദേശത്തിന്റെ അധിപതിയായി അമ്മയായി കുടിയിരുത്തുവാൻ വേണ്ടിയുള്ള ആ മഹാക്ഷേത്രത്തിലും നമ്മൾ നന്ദി കുറിച്ചിരിക്കുന്നു. അങ്ങനെ മുരുകസ്വാമിക്കായിട്ടും അതിനു വേണ്ട സാമ്പത്തിക ശാരീരിക എല്ലാ തരത്തിലുള്ള പിന്തുണകൾ കൊടുത്ത് ഇതിന്റെ പിന്തുണയും കൊടുത്തുകൊണ്ട് ഈ ദേശത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതിരൂപമായി ഈ മലമുകളിൽ കുടികൊള്ളുന്ന പഴനിയാണ്ടവന് ഒരുപാട് ഭക്തിയുടെ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന ആ നവോന്മേഷം തുടർന്നും അടുത്ത ഈ സമയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം അതിനു മുമ്പെങ്കിൽ ഏറ്റവും നല്ലത് നടത്തിയിരിക്കണം. അതിനു വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തിരിക്കണം. വിശ്വാസികളെ, പുത്തമുടി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ, നമ്മുടെ ഈ യജ്ഞം നടത്താൻ എത്തിയിട്ടുള്ള യജ്ഞ ആചാര്യ പ്രമുഖന്മാരെ, സഹ യജ്ഞന്മാരെ, ഭക്തജനങ്ങളെ, എന്തുകൊണ്ടും ഒരു പുണ്യ സുദിനമായ ഈ ദിവസത്തില് പുത്തമുടി ഭഗവാന്റെ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ ശിലാന്യാസം അല്ലെ ഒരു അതിന് നമുക്ക് യാതൊരു വിധമായ അവകാശങ്ങളോ അനുവാദങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സമർപ്പിക്കപ്പെടുകയാണ്. ആത്മസമർപ്പണം അത് നമ്മൾ സംതൃപ്തിയോടെ ചെയ്യേണ്ടതാണ്. അതിനൊരു പ്രത്യുപകാരമില്ല. നമുക്ക് വേണ്ടിയതായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല, അല്ലാതെ കൊണ്ട് നമ്മളൊരു സമർപ്പണം നടത്തുക, അകമഴിഞ്ഞ മനസ്സുകൊണ്ടുള്ള സമർപ്പണം. ആ സമർപ്പണമാണ് ഇപ്പം നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ
സന്തതി പരമ്പര ഏത് കാലം എത്രത്തോളം കാലം ഏതെല്ലാം സ്ഥലങ്ങളിൽ ജീവിക്കുന്നുവോ ആ ഏതെല്ലാം സ്ഥലത്ത് ജീവിച്ചു കൊണ്ടിരുന്നാലും ഈ ക്ഷേത്രവുമായിട്ട് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം നിങ്ങളിൽ കുടികൊള്ളും. അപ്പൊ ആ ഭഗവാൻ വളർച്ചയുടെ പാതയിൽ എത്തുമ്പോൾ നിങ്ങൾ ഈ സമർപ്പിക്കപ്പെട്ട ഇന്ന് എന്തെല്ലാം നിങ്ങളുടെ മനസ്സുകൊണ്ട് നന്മയുടെ ഒരു കണിക സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 10 ഇരട്ടിയായിട്ട് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ പ്രദേശത്തേക്കും ഒഴുകിയ ആ ഭഗവാന്റെ ചൈതന്യം. നിങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ കയ്യിൽ നേരത്തെ പറയാത്തത് നമ്മൾ കുറച്ച് മാത്രം ധനങ്ങൾ മാത്രമേ കാണുകയുള്ളായിരിക്കും. 1 രൂപ ഇട്ടയാളിന് 1 ലക്ഷം രൂപ എത്തിച്ചേരും എന്നുള്ളത് ഭഗവാന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്ന കാലയളവിൽ. അതനുസരിച്ച് നമുക്കൊരു ബോണസായിട്ട് ആ സമർപ്പിക്കപ്പെട്ട പൈസ നമ്മളിലേക്ക് എത്തപ്പെടുന്നു. ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ കുറെ നിക്ഷേപം ചെയ്തിട്ട് അതിന്റെ പലിശ വരുന്നത് പോലെ നമ്മളൊരു വലിയൊരു നിക്ഷേപമാണ് ആ 1 രൂപ കൊണ്ട് നമ്മൾ അവിടെ നടത്തിയിരിക്കുന്നത്. ഒരു 1 കോടി രൂപ ഒരു സ്വിസ് ബാങ്കിലോ അല്ലെ യൂണിയൻ ബാങ്കിലോ ഒക്കെ നമ്മുടെ സന്തതി പരമ്പരയ്ക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ പൈസ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് പോലെ ഒരു വലിയ നിക്ഷേപം 1 രൂപയിലാണ് നമ്മൾ ഓർമ്മ. 1 കോടി രൂപയുടെ മഹത്വത്തിന്റെ ആത്മീയതയുടെ ഒരു പ്രതീകമായ ഒരു അംശം നമ്മൾ അവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സന്തതി പരമ്പര വളർന്നു വരുമ്പോൾ അതിന്റെ ബോണസായിട്ട് ഭഗവാന്റെ അനുഗ്രഹധാരകൾ നമ്മളിലേക്ക് ഒഴുകി 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 എത്തിക്കൊണ്ടിരിക്കും. ഈ മലമുകളിൽ നിന്ന് താഴെ താമസിക്കുന്ന ആളുകളിലെ അല്ലെ വിവിധ ദേശങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളിലേക്ക് ആ ചൈതന്യം ഒഴുകിയെത്തി. അത് ആ ഒഴുകി എത്തുന്ന സമയത്ത് നമ്മൾ ഈ സമർപ്പിക്കപ്പെട്ട 1 രൂപയ്ക്ക് നമ്മളല്ലേ 1 കോടി രൂപയുടെ ഒരു മൂല്യം നമുക്ക് അതിൽ കൽപ്പിക്കാം. നന്മ ചെയ്യുന്ന ആളുകൾക്കെല്ലാം അതിന്റെ അല്ലെ ഓരോ ആണ്ടുകളിൽ ഭഗവാന് വേണ്ടി നമ്മൾ അകമണി എന്തെല്ലാം സമർപ്പിക്കുന്നു അതിന്റെ 10 ഇരട്ടിയായിട്ട് നമ്മുടെ വീടുകളിലേക്ക് തന്നെ നമ്മൾ ഒഴുകിയെത്തി. ഇപ്പൊ ഒരു ക്ഷേത്ര സമർപ്പണമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതിന്റെ ഒരു 10 ഇരട്ടി പൈസ നമുക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കും. കാലാകാലങ്ങളിലായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ശ്രേയസ്കരമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും വന്ന് ചേരും. അതാണ് നമ്മുടെ പുണ്യം എന്ന് പറയുന്നത്. ആ പുണ്യം നമ്മൾ നിലനിർത്തുക. പാപവും പുണ്യവും ഒരേ വിധത്തിൽ സന്തുലിതമായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ മനുഷ്യനായിട്ട് ജന്മം കൊള്ളുന്നതെന്നാണ്. മനുഷ്യന്റെ പ്രത്യേകത അറിയാലോ, ചിരിക്കുവാനും വർത്തമാനം പറയാനും കരയുവാനും ഒക്കെ ഉള്ള കഴിവുകൾ. ആ കഴിവ് മൃഗങ്ങൾക്കോ പക്ഷിമൃഗാദികൾക്കോ ഇല്ല. അവർക്ക് ചില ശബ്ദങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ള കഴിവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ചിരിക്കുവാനുള്ള കഴിവുള്ള ആളുകളാണ് മനുഷ്യർ. മൃഗങ്ങൾക്ക് അതില്ല. അതാണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും ചിരിക്കുവാനും വർത്തമാനം പരസ്പരം ആശയവിനിമയം ചെയ്യുവാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഗുണഗണങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരും. നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് പുണ്യമേറി വരുന്നത്. അപ്പൊ ആ പുണ്യവും പാപവും സന്തുലിതമായിട്ട് നമ്മളൊരു ത്രാസി വെച്ച് കൂട്ടി കഴിയുമ്പോൾ ഒരേ വിധത്തിൽ ഒരേ കിലോ തൂക്കം വന്നു കഴിയുമ്പോൾ ആ ത്രാസിന്റെ 2 തട്ട് ഒരേ വിധത്തിലാണ്. ആ സമയത്ത് നമ്മൾ മനുഷ്യനായിട്ട് ജന്മം കൊള്ളും. സുഹൃതം കൂടിയ ആളുകൾ ദേവന്മാരായിട്ട് പോകും. സുഹൃതം കുറഞ്ഞ ആളുകൾ പാപികളായിട്ട് കൃമികീടങ്ങളായിട്ട് അവിടെ ജനിക്കുന്നു. ഒരു കൃമികീടങ്ങളായിട്ട് ജനിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് മനസ്സിലാക്കുകയും മൃഗമാണെങ്കിൽ എന്ത് തല്ലു കൊള്ളണം. നമ്മൾ പശുവിനെ വളർത്തുന്നുണ്ട്. പശുവിനെ വളർത്തേണ്ട ആവശ്യത്തിന് പാല് തന്നില്ലെങ്കിൽ നമ്മൾ തല്ലു അടിയും കൊടുക്കും. അതിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ കരഞ്ഞാൽ തന്നെ ഇല്ലേ? പട്ടിയാണല്ലോ നമ്മൾ വീട്ടിൽ വളർത്തുന്നതായിരിക്കും. നമ്മുടെ അവൽ നായായിരിക്കും. അതിനകത്ത് ആവശ്യത്തിലേറെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അടുത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. പൂച്ചക്കിട്ടും കിട്ടും വെട്ടുന്നല്ലേ? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സാധനം വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഓടിക്കിട്ടുന്നല്ലേ പൂച്ച ഒരു കുഴപ്പമുള്ളത്. അപ്പൊ പട്ടി പൂച്ച കൃമികീടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയും. ഈച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിക്കും. ഒതുങ്ങ് വന്നാലും അവനെ എങ്ങനെ ഓടിക്കിട്ട് തല്ലിക്കും അല്ലേ? അടിച്ചു വരും. നമ്മുടെ വേഗത്തിൽ നിൽക്കാൻ വേണ്ടി. അപ്പൊ ആ ജീവികളുടെ എല്ലാ അവസ്ഥയൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് കഴിക്കുന്ന നമ്മൾ പേരിക്കാത്തൊരു പേരിക്ക അത് അഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തുമാത്രം കൃമികളാണ് ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പഴം പാകമായി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ കഴിക്കുന്ന ഒരു സാധനം.
അതിൻ്റെ അകത്ത് എന്തുമാത്രം കൃമികളായിരിക്കും ഉണ്ടാകും. ആ കൃമികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കൃമിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പേരയ്ക്ക ഇഷ്ടപ്പെടും, കഴിക്കുമോ? നമ്മൾ അറയ്ക്കുമോ? അതിൻ്റെ വെറുതെ നമ്മൾ കളയുകയോ ഇല്ലേ? അങ്ങനെ ഓരോ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള അശുദ്ധ വസ്തുക്കളെ എല്ലാം നമ്മൾ ത്യജിക്കുന്ന അവസ്ഥ നമുക്ക് ഇഷ്ടപ്പെടും, നമ്മൾ തള്ളിക്കളയും. അപ്പൊ ഭാവികളായിട്ട് ജനിക്കുന്ന ആളുകൾക്കുള്ള ആ ഒരു സുഹൃത്താണ് ഞാൻ പറഞ്ഞത്. മനുഷ്യരുടെ ഇടയിൽ അവർക്ക് യാതൊരു പ്രാധാന്യമില്ല. നമ്മൾ അതിനെ തള്ളിക്കളയും, വെറും പേപ്പറ്റിയെ പോലെയാണെന്ന് നമ്മൾ പറയും അല്ലെ? പുള്ളിയല്ലാത്ത മനുഷ്യരാണ്. അപ്പൊ അതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ജന്മമാണ് മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. ഏറ്റവും സുഹൃതമാണ്. ദേവന്മാരായി കഴിയുമ്പോൾ മനുഷ്യൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകത്തില്ല. അവർക്ക് ചുവനേരം നടക്കാൻ പറ്റത്തില്ല. ഏറ്റവും ലോകത്തിന് നല്ല സാഹചര്യമുള്ള നല്ല സന്ദർഭത്തിലൂടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അവർക്ക് പരസ്പരം ആശയവിനിമയം ചെയ്യാനും വർത്തമാനം പറയുവാനും ചിരിക്കുവാനും സന്തോഷിക്കാനും ആഘോഷിക്കാനും ആത്മാർത്ഥങ്ങൾ നടത്തുവാനും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. പരസ്പര വിദ്വേഷമില്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും സൗഖ്യമാണ്. അപ്പൊ അവരുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി മനുഷ്യഗണങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിത മൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തി എന്നത്. ഈശ്വരൻ സമ്പൂർണ്ണ ഇവിടുത്തെ ആദ്യശേഷം പിന്നെ നമ്മൾ ദീപം ഭഗവാന്റെ ശ്രീകോവിലിൽ ഉദ്ദേശിപ്പിച്ച് അതിനുശേഷമാണ് നമ്മൾ ബാലാലയത്തിലേക്ക് മാറ്റുന്നത്. എല്ലാവരും
അഭിനമസ്തു ശൗനകാര്യം യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സുന്ദരപൗരാണികളോട് ചോദിക്കുന്നത് ആദ്യപോലെ ശ്രീ പരമാനന്ദ സ്വതേനാഥരായ അമൃതവും പാനം ചെയ്തതിലും ആനന്ദിച്ചലസാതെ മാനസിക പ്രത്യുഗ്രമായും പൈങ്കിളിച്ചറിഞ്ഞ് മാനുഷഭാവം പഴയ കഴിഞ്ഞിരുന്നുണ്ട് മാനസം തിളഞ്ഞ് ദിവ്യാനന്ദ സ്വഭാവം സാധിപ്പായി ലളിതായ സാധനമേവല്ലോ സാധനം അത് പാടി കാര്യം ചൊല്ലുന്നു പറയുമ്പോൾ ചൊല്ലുവാൻ അനേകം കൊണ്ട് ഓരോരോ മുലജന്മാർ ഏതാണ്ട് സാരാധികൾ വെല്ലുവിളികൾ ചൊല്ലരുതെന്നും നമുക്ക് പുരാണങ്ങൾ ചെയ്യുമെന്നതും കേൾക്കെന്നുള്ളതും ചെയ്യാമെന്ന് ചൊല്ലലും പുരാണങ്ങൾ ഉള്ള എല്ലാറ്റിലും നല്ലത് ഭാഗവതമുണ്ടെന്ന് ചൊല്ലിക്കേൾക്കൂ പത്മാതി പുരാണങ്ങളൊക്കെ അറിഞ്ഞിരുവാൻ ആത്മാസംതൃപ്തി ഉണ്ടാവുന്ന എല്ലാ പുരാണങ്ങളുടെയും അംശം അങ്ങനെയുള്ള ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ ഭാഗവതാക്കും പ്രത്യക്ഷ കൃഷ്ണയെ ഭഗവാന്റെ പ്രത്യക്ഷ ഭഗവാൻ തന്നെയാണ് ഭഗവാനെ നമ്മൾ വിട്ടുപിരിയുന്നില്ല വളരെ ദിവസവും നമ്മൾ ഇത് ആചരിക്കുന്നത് അങ്ങനെയുള്ള മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഭാഗവതം തുടങ്ങി സമർപ്പണമാണ് कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात् ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात् Krishna Krishna Hare 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 Krishna Hare Krishna
कृष्ण हरे 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 राम 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम हरे 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 राम हरे राम हरे 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 कृष्ण 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम हरे 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 राम हरे राम हरे 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 कृष्ण 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 हरे 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 कृष्ण कृष्ण हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते नारायणाय कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो प्रचोदयात् कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो मानसमपराधं विहितमविहितं सर्वं एव तत्क्षमस्व शिव शिवकरुणाब्धे
शंभो जय जय गरुडाब्धे श्री महादेव शंभो अजित शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी तस्मात् कारुण्यभावेन रक्ष रक्ष महादेव शंभो कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना प्रकृति स्वभावं करोमि यत् सकलं परस्मै नारायणाय समर्पयामि सर्वं श्री लक्ष्मी नारायणाय समर्पयामि सर्वं श्री सुब्रह्मण्याय समर्पयामि सर्वं श्री सदाशिवाय समर्पयामि स्वस्ति प्रजाभ्यः परिपालयन्तं धर्मेण मार्गेण महिमैः गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो सर्वे सुखसन्तु सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा कच्चित् दुःखभावभवे ॐ सकला भवतु सकलं भुनक्तु सकवीर्यं करवावहै तेजस्विनावधीनमस्तु मां विद्विषावहै वसवो मा सन्ततय तपस्व मां ज्योतिर्गमय प्रतिर्मा ॐ पूर्णमिदं पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशेषति ॐ शान्ति शान्ति കഴിയോ? എങ്ങനെ ഒരു മണിക്കൂർ പ്രഭാഷണം കേൾക്കാൻ ശേഷിയുണ്ടോ? ജഡരാഗ്നി കത്തിച്ചൊലിക്കാൻ തുടങ്ങി അല്ലേ? ഇതെന്താ ജഡരാഗ്നി? വിശപ്പ്. അത് തന്നെയാണ് ജഡരാഗ്നി. ജഡരാഗ്നിയില്ല. നമുക്ക് സമയത്തിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമുക്ക് കാലവും കർമ്മവും ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സപ്താഹയജ്ഞമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികളോ നമ്മുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും. പ്രഭാകരൻ അവിടെ ചിരിച്ച് കാണിക്കുന്നുണ്ട്. 10-15 വർഷങ്ങളുടെ പരിചയമാണ്. ഏതായാലും നിങ്ങൾക്കൊരു എല്ലാവരും പോകരുത്. ഒരു വലിയ ജോലി കൂടിയുണ്ട്. നമ്മൾ സമർപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു പാത്രം വെക്കും. അതുപോലെ പ്രസാദമുണ്ട്, മഞ്ഞൾ പ്രസാദമുണ്ട്. അതൊക്കെ തരാം. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം നമുക്ക് കഴിക്കണം. ഭക്ഷണം കഴിക്കണ്ട, കഴിക്കണം. ഏതെങ്കിലും പറയോ എന്തെങ്കിലും നടത്താനുണ്ടോ ഇനി ആരെങ്കിലും? ഈ 10 മിനിറ്റ് നമുക്ക് പന്തല് വെക്കേണ്ട സമയം കൂടെ നോക്കണം. ആരുമില്ലല്ലോ, ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചടങ്ങിലേക്ക് പെട്ടെന്ന് കടന്നു പോവാം. സാറിന് ഇന്നത്തെ എല്ലാം നടത്തുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഇനിയുള്ളത് ഇവിടെ നമ്മളൊരു പാത്രം വെക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും പുഷ്പം തരും. ഈ പുഷ്പം ഇപ്പോൾ നമ്മൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഇവിടെ വായിച്ച് സമർപ്പിച്ച് കലശമൊക്കെ ആടി നിൽക്കുന്ന ഭഗവാന് നിങ്ങൾ സമർപ്പിക്കുന്ന ഈ യജ്ഞം എന്ന് പറയുമ്പോൾ ഒരാൾ ചെയ്യുന്ന പരിപാടിയല്ല. ആ ഭഗവാന് വേണ്ടി നമ്മൾ ഇവിടെ തന്നെ ഞാൻ അതവിടെ കൊണ്ട് സമർപ്പിച്ചോളാം. ഇവിടെ ഒരു പാത്രം വയ്ക്കും, പൂക്കൾ തരും. ആ പൂ തരുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയ ആ പരിപാടി, ഞാൻ ആ വാക്ക് പറയാൻ പാടില്ല എങ്കിൽ പോലും അല്ലേ, എളുപ്പം അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഞങ്ങൾ നടത്തിയ ഈ പദ്ധതി, ആചരണ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊണ്ടു, അതിൻ്റെ ഞങ്ങളുടെ ഈ ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ ഗ്രന്ഥങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് ചെറിയ ദക്ഷിണയൊക്കെ വെക്കണം. പഴയ വയലറ്റ് നടത്തുന്ന ബാക്കി ഒക്കെ വലിയ വയലറ്റ് അത് വേണ്ട, മാറിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് വേണ്ട. മറ്റെന്തെങ്കിലുമൊക്കെ മാലയൊക്കെ ആകാമെന്ന പറയുന്ന വേണ്ട, മാലയൊന്നും വേണ്ട. നിങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ചെറിയ സംഭാവന, അത് സംഭാവനയല്ല, നമ്മൾ ദക്ഷിണയായിട്ട് ഇറ്റലിയൊക്കെ വെക്കേണ്ടതാണ്. അതിനൊന്നും നമുക്ക് സാഹചര്യമില്ല. അടുത്ത പത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാണ് അതി പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ തൊട്ട് നമസ്കരിക്കുക. कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि
तन्नो स्कन्धः प्रचोदयात् ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात् कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात् அழகிய தமிழ் மகனே பரமனின் திருமகனே அழகிய தமிழ் மகனே காண்பதெல்லாம் உனது முகம் அது ஆறு முகம் காலமெல்லாம் எனது மனம் முருகுது முருகா அதிபதியே அருளிதியே சரவணனே முகனே कार्तिकेयाय विद्महे முருகனுக்கு முருகனுக்கு அரோகரா மலை முருகனுக்கு முருகன் கோயில் முருகனுக்கு அரோகரா செந்தூர் முருகனுக்கு தனி முருகனுக்கு முருகனுக்கு மலை முருகனுக்கு அரோகரா அரோகரா நம்முடைய கந்தனுக்கு நம்முடைய அழகனுக்கு முருகனுக்கு முருகனுக்கு கந்தனுக்கு வேலனுக்கு இடுமனுக்கு பள்ளிக்கு தெய்வானைக்கு அரோகரா அரோகரா வீரவேல் முருகனுக்கு அரோகரா வெற்றிவேல் முருகனுக்கு அரோகரா 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 கந்தனுக்கு வேலனுக்கு முருகனுக்கு இடுமனுக்கு அரோகரா 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 कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात् कार्तिकेयाय विद्महे वल्लीनाथाय धीमहि
धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। ॐ 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 कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। ॐ 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 कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्दः प्रचोदयात्। कार्तिकेयाय विद्महे वल्लीनाथाय धीमहि
तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्। ॐ कार्तिकेयाय विद्महे वल्लीनाथाय धीमहि तन्नो स्कन्धः प्रचोदयात्।